ഞാൻ അന്ന് ദർസിൽ പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട AP ഉസ്താദ് ക്ലാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വാളിന് വന്നു. ഞങ്ങളന്ന് ദർസിലെ കുറേ കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ വാള് കഴിഞ്ഞ് എല്ലാവരും സ്റ്റേജിൽ കയറി ഉസ്താദിൻ്റെ കൈ പിടിച്ച് പേടിച്ചാണ് ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഹാഫിളാണോ? ഞാൻ പറഞ്ഞു അതെ. അങ്ങനെയാണ് കാരന്തൂർ മർക്കസിലേക്ക് എനിക്ക് ഹാഫിൾ ഉസ്താദായിട്ട് ക്ഷണം കിട്ടിയത്. അൽഹംദുലില്ലാഹ് 2.25 വർഷം 3 വർഷത്തോളം മർക്കസിൽ പഠിപ്പിക്കാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട ബാബ ഉസ്താദാണ് വേദിയിലേക്ക് വന്നത്. ഇന്നിവിടെ വന്നത് കൊണ്ട് ഒരുപാട് ആലിമീങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. മർക്കസിലെ ആദ്യത്തെ വിദ്യാർത്ഥി, രജിസ്റ്ററിൽ പേരെഴുതിയ വിദ്യാർത്ഥി മർഹൂം TC മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ TC അബ്ദുള്ളയായിരുന്നു. കൊച്ചുകുട്ടി, അത്രയേ ഉള്ളൂ. രണ്ടാമത് അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡോക്ടർ AP ഉസ്താദിന്റെ മകൻ. മൂന്നാമത്തെ ഹാഫിളാണ് കൗസർ സക്കാഫി, ഇപ്പം മർക്കസിലെ ഹാഫിൾ ഉസ്താദ്. കുറച്ചുകൂടി പറഞ്ഞാൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്, അത്രേ ഉള്ളൂ. എറണാകുളം സമ്മേളനത്തിൽ ഖിറാഅത്ത് നടത്തിയ ഉസ്താദാണ് ഞാൻ. അങ്ങനെ ഒരു സംഭവം കൂടി, അത് ഞാൻ എൻ്റെ കോട്ടയം പ്രസംഗത്തിൽ പറഞ്ഞില്ല. കാരണം ഞാൻ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, അത് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ബഹുമാനപ്പെട്ട സമസ്തയെ ഞാൻ ബഹുമാനിക്കുന്നു. സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുകായ തങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞാൻ സമസ്തയിൽ വന്നത്. അന്ന് തങ്ങൾ 10 കൊല്ലം മുമ്പ് ഖജാൻജിയായിരുന്നു സമസ്തയുടെ. എൻ്റെ ഒരു CD കൊണ്ടോട്ടിയിൽ വെച്ച് തങ്ങളാണ് പ്രകാശനം ചെയ്തത്. നാളെ ഫ്രീ ആണെങ്കിൽ വീട്ടിൽ വരിയെന്ന് പറഞ്ഞു തങ്ങൾ ക്ഷണിച്ചു. ഞാൻ പോയപ്പോൾ തങ്ങൾ പറമ്പിൽ കൈക്കോട്ടെടുത്ത് പണിതുകൊണ്ടിരിക്കുക, ഒരു ബനിയന് വിട്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ഇതുപോലെ കാശുനട്ടും ഈത്തപ്പഴവും ഒക്കെ തന്നു. ഞാൻ തങ്ങൾക്കൊരു ഹദിയ കൊടുത്തിട്ട് മേടിച്ചില്ല. നിങ്ങൾക്കാണ് ഹദിയ തരേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ തങ്ങൾ ക്ഷണിച്ചു. അങ്ങനെയാണ് ഞാനും കുമ്മനം ഉസ്താദും സിറാജുദ്ദീൻ ഉസ്താദും കബീർ ബാക്കവിയും നൗഷാദ് ബാക്കവിയൊക്കെ സമസ്തയിലേക്ക് വന്നത്. തെക്കൻ കേരളത്തിലൊക്കെ അങ്ങനെ സമസ്തയുടെ കമ്മിറ്റി ഫോം ചെയ്തത്. ഞങ്ങൾ ട്രെയിനിൽ വെച്ച് ഇസുദ്ദീൻ കാമിലി സക്കാഫിയും മുഹമ്മദ് കുഞ്ഞ് സക്കാഫിയൊക്കെ ഈ സംഭവം എന്നോട് ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ എല്ലാ സംഭവങ്ങളും പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാഹ്, ഇന്ന് വലിയ സന്തോഷം തോന്നുന്നു. എന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് നവാസ് അഹ്സനി ഉസ്താദിന്റെ മഹലിലെ ഇമാമാണ് ഞാനിപ്പോൾ. കൊല്ലം പള്ളിമുക്ക് കൊല്ലൂർ വിള. ഒരു സഫിൽ 120 പേരാ. മുൻ MLA യൂനുസ് കുഞ്ഞ് സാഹിബ് 25 വർഷം പ്രസിഡന്റായിരുന്നു അല്ലേ? 120 പേര് നിൽക്കുന്ന ഒരു സഫ്. അങ്ങനത്തെ 15 സഫ്, അങ്ങനെയുള്ള 15 സഫും 2ാം നിലയിലും. വലിയ പള്ളിയാണ്, വലിയ മഹല്ല. വളരെ കാലം ആഗ്രഹിച്ച ഒരു ഖിദ്മത്താണ്. അല്ലാഹു തആല അതിലേക്ക് എന്നെ പടച്ചവൻ കൊണ്ടുവന്നു. അൽഹംദുലില്ലാഹ്, ധൈര്യമായിട്ട് സുന്നത്തെ മാത്ത് പറയുകയും ചെയ്യാം. കൊല്ലൂർ വിളയിൽ ഞാൻ നിന്ന മിക്ക സുന്നി പള്ളിയിലും ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കമ്മിറ്റിക്കാരിങ്ങനെ ഒന്നൊന്ന് പിടിച്ചു വലിക്കുമായിരുന്നു. പക്ഷെ കൊല്ലൂർ വിളയിൽ ധൈര്യമായിട്ട് അഹ്ലുസുന്ന പറയാം. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നല്ല പാട്ടുകാരനായിരുന്നു, നല്ല പാട്ട് പാടും. പക്ഷേ ഹിഫ്ള് എടുത്തതോടുകൂടി എൻ്റെ ആ പാട്ടങ്ങ് പോയി. ഞാൻ ഖിറാഅത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ തുടങ്ങി. ഞാൻ മർക്കസിൽ ഹാഫിൾ ഉസ്താദ് ആണെങ്കിലും ഇടയ്ക്ക് ബാങ്ക് വിളിക്കും. മസ്ജിദിൽ ഹാമിലി പോയിട്ട് മോദീന സോപ്പിട്ടിട്ട് ഞാനൊന്ന് ബാങ്ക് വിളിച്ചോട്ടെ. വിളിച്ചോന്ന് പറയും. ഞാൻ ബാങ്ക് വിളിക്കുമ്പോൾ ആർട്സ് കോളേജും ഹൈസ്കൂളും ഹിഫ്ദുൽ ഖുർആനും ബോർഡിങ്ങും ഒക്കെ നിശ്ചലമാവും. ഈ അടുത്തൊരു അനുഭവം ഉണ്ടായി. തൃശ്ശൂർ KSRTC വന്ന് ഞാൻ ബസ് കാത്തിരിക്കുമ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് തൊട്ട് മുമ്പിലെ ഹോട്ടലിൽ പോയി. ഹോട്ടൽ സൻസാർ. വരി ഉസ്താദ് വരി. ഉസ്താദല്ലേ, കുറച്ചും കൂടെ ഇരിക്കാവോ? ഇൻഷാ അല്ലാഹ്. ഉസ്താദ് ഇരുന്നാൽ എനിക്കൊരു സന്തോഷമാണ്. വരി. ഞാൻ ഇതും കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാേ. ഹോട്ടൽ സൻസാർ. ഞാൻ ചായക്ക് ബുക്ക് ചെയ്തു, എന്തോ ചെറിയ കടിയും കഴിച്ചു. ബില്ലും ആയിട്ട് വന്നപ്പോ ക്യാഷ്യറായിട്ടിരിക്കുന്ന പയ്യൻ ആരാന്നറിയോ? ഞാൻ മർക്കസിൽ ഹിഫ്ള് പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക.
ഞാൻ കൊടുത്ത ബില്ല് സ്വീകരിച്ചില്ല, പൈസയും സ്വീകരിച്ചില്ല. ആ കുട്ടി എന്നെ തിരിച്ചറിഞ്ഞു. കണ്ടോ, മർക്കസിൽ പണ്ട് ജോലി ചെയ്തതിന്റെ ഗുണം. ചായക്ക് ബില്ല് മേടിക്കാതെ, പൈസ മേടിക്കാതെ ആ കുട്ടി തിരിച്ചറിഞ്ഞു. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ശരീരത്തെ ഒന്ന് പഠിച്ചു നോക്ക്. ഓടുന്നു ഗോഡ, ഇടബലം 2, ഓരോരോ സാഅത്തിൽ മാറ്റങ്ങളുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ നാസാരന്ധ്രങ്ങൾ 1 മണിക്കൂർ അടഞ്ഞിരിക്കും, 1 മണിക്കൂർ തുറന്നിരിക്കും. ആ സമയത്ത് ശക്തമായി നമ്മൾ ഉച്ഛ്വാസം എടുക്കും. ഈ പ്രക്രിയ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ മണിക്കൂറിൽ. ആരാ ഇത് പറഞ്ഞത്? ശുജാഇ മൊയ്തു മുസ്ലിയാർ. എന്താ മനുഷ്യന്റെ അവസ്ഥ? കൊട്ടാ നീ മുൻ തുള്ളി പിൻ ചോരക്കട്ട. നീ ആരായിരുന്നു ആദ്യം? മിൻ നുത്ഫത്തിൻ അംഷാജ്. ഒരു സിക്താണ്ഡത്തിൽ നിന്നാണ് നിന്നെ പടച്ചത്. പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും ഒരുമിച്ച് കൂടി സ്ത്രീയുടെ യൂട്രസിന്റെ വലതും ഇടതുഭാഗത്ത് 2 ട്യൂബുകളുണ്ട്, ഫെലോപ്പിയൻ ട്യൂബ്. ആ ട്യൂബിലൂടെ സഞ്ചരിച്ച് യൂട്രസിന്റെ മുകളിൽ പോയി കടിച്ചു പിടിച്ച് കിടക്കും. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു ഒട്ടിപ്പിടിക്കുന്ന രക്തക്കട്ടയിൽ നിന്നും. ഒട്ടിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ രക്തക്കട്ട, ഇത് നമുക്ക് മനസ്സിലായത് 10ാം ക്ലാസ്സിലും +2-നും പഠിക്കുമ്പോഴാണ് മനസ്സിലായത്. ഇംപ്ലാന്റേഷൻ ഓഫ് സൈഗോട്ട്. സിക്താണ്ഡത്തിന് സൈഗോട്ട് എന്ന് പറയും. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് മുസ്തഫ നോക്കൂ, ഹിറാ ഗുഹയുടെ ഏകാന്തതയെ ഭഞ്ജിച്ചുകൊണ്ട് നബിയെ വായിക്കൂ എന്ന സന്ദേശം ആദ്യമായി ഇറങ്ങി. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചു. കണ്ടോ, 20ാം നൂറ്റാണ്ടിലാണ് എന്താണ് ഈ രക്തക്കട്ട, എന്താണ് ഈ ഒട്ടിപ്പിടിക്കുന്നത് എന്ന് ലോകത്തിന് മനസ്സിലായത്. 19ാം നൂറ്റാണ്ടിലാണ് സുഹൃത്തുക്കളെ. ഇത് 7ാം നൂറ്റാണ്ടിൽ ഖുർആൻ ലോകത്തോട് പ്രഖ്യാപിച്ചു. എനിക്കെൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, നിങ്ങൾ എക്സ് മുസ്ലിം ഒന്നും ആകണ്ട, നിങ്ങൾ പുത്തൻ പ്രസ്ഥാനത്തിലേക്കും പോകണ്ട. യഥാർത്ഥ ആദർശം അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇലതൻ ബലീഗ. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നു, അർത്ഥഗർഭമായ ഒരു ഉപദേശം മുത്തുനബി നടത്തി. മൗഇല. എന്തായിരുന്നു ആ പ്രസംഗത്തിന്റെ ഗുണം? സഹാബാക്കൾ പറയുകയാണ്, ദർഫത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകളെല്ലാം ബാഷ്പകണങ്ങൾ കൊണ്ട് നിറഞ്ഞു. വവജിലത് മിൻഹൽ ഖുലൂബ്, ഹൃദയങ്ങൾ കിടുകിടാ വിറച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ കുൽനാ, സഹാബത്ത് പറഞ്ഞു, കഅന്നഹാ മൗഇലതു മുവദ്ദിഇ യാ റസൂലല്ലാഹ്, ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെ ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഊസീക്കും, ഞാൻ നിങ്ങളെ വസിയത്ത് ചെയ്യുന്നു, ബി തഖ്വല്ലാഹ്, അല്ലാഹുവിന്റെ തഖ്വ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന്. വഇന്നഹു മൻ യഈഷ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറാ, നിങ്ങളിൽ ആരെങ്കിലും ജീവിച്ചിരുന്നാൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ദർശിക്കും. കണ്ടോ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലേ? വഹദയുടെ മസ്തറാണ് തൗഹീദ് അല്ലേ ഉസ്താദെ? വഹദയുടെ മസ്തറല്ലേ തൗഹീദ്? ഈ തൗഹീദ് പറഞ്ഞു വന്ന സംഘടന തഫ്രീഖിന്റെ ഒരു 6-7 തഫ്രീഖ് അങ്ങോട്ടായി അല്ലേ? വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട്, വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട്. നോക്കൂ, നമ്മൾ അന്നും പറഞ്ഞു അൽ ഐനു ഹക്കുൻ, കണ്ണേറ് ഹക്കാണ്. നമ്മൾ അന്നും പറഞ്ഞു സിഹർ 7 പാപങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെയെല്ലാം. പക്ഷേ അന്ന് അവരെന്ത് പറഞ്ഞു? കണ്ണേറോ കാലേറ് എന്ന് പറഞ്ഞു. കാലേറ്, അങ്ങനെ കണ്ണേറൊന്നും ഇല്ല എന്ന് പറഞ്ഞു. നോക്കൂ, ഇന്നിപ്പോ അതെല്ലാം. ഇന്നലെ നോക്കിയപ്പോ എൻ്റെ കുടുംബത്തില് ഒരു സഹോദരി മൊബൈലിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോ ഖുർആന്റെ ആയത്തുകളാണ്, പക്ഷെ അത് ആവർത്തിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചതെന്താ? ഇത് റുഖിയ ശറഇയ്യ ഉണ്ടോ? പുതിയ പേരിട്ട് റുഖിയ ശറഇയ്യ എന്നാക്കി. ഐനിന് അൽ ഐനു ഹക്കുൻ,
ഐനിന് എന്താ മന്ത്രിക്കേണ്ടതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു, ആയത്തുകളും ഹദീസുകളും ഒക്കെ. അവരതിന് പുതിയ പേരിട്ടു റുഖിയ ശറഇയ്യ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, യുവാക്കളോട് എനിക്ക് സ്നേഹത്തോടെ പറയാനുണ്ട്, മക്കളെ, ഇന്നത്തെ സാഹചര്യം വളരെ മോശമാണ്. നോക്കൂ, ഇന്ന് നമുക്ക് ഏറ്റവും പരീക്ഷണം സോഷ്യൽ മീഡിയ. എന്താണ് സോഷ്യൽ മീഡിയ? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് ന്യൂസ് പേപ്പർ, ഒരു റേഡിയോ, ഒരു ടെലിവിഷൻ, ഇതൊക്കെയായിരുന്നു മീഡിയ, അല്ലേ? നമ്മൾ എന്ത് വായിച്ചാലും എന്ത് കേട്ടാലും വൺ വേ സപ്പോർട്ട് ചെയ്യുന്ന പത്രം എന്ത് പറയുന്നു അത് നമ്മൾ വായിക്കുന്നു. റേഡിയോ എന്ത് പറയുന്നു അത് കേൾക്കുന്നു. ടെലിവിഷൻ എന്ത് പറയുന്നു അത് കേൾക്കുന്നു. തിരിച്ച് അതിനോട് നമുക്ക് സംവദിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ നോക്കൂ, സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങൾ വന്നതോടുകൂടി, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ വാട്സാപ്പ്, ട്വിറ്റർ, ഇതെല്ലാം വന്നതോടുകൂടി നമ്മോട് സംസാരിക്കുന്നു, നമുക്ക് തിരിച്ചും സംസാരിക്കാം. ചാറ്റ് GPT എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ എന്ത് ചോദിച്ചാലും മറുപടി പറയും. എന്ത് ചോദിച്ചാലും മറുപടി പറയും. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എന്താണത് സുഹൃത്തുക്കളെ? അത് തന്നെയാണ് ഈ റോബോട്ടും. ഒന്നുകൂടി പരിഷ്കരിച്ചു എന്നാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോളേജിൽ പോയി പഠിച്ച് ഡിഗ്രി എടുത്ത യുവാക്കൾ ധരിക്കുന്നത് ഇതാണ് ദൈവം എന്നാണ്. എന്നാൽ ഇതൊക്കെ ഉണ്ടാക്കിയതാരാ? മനുഷ്യന്റെ ബ്രെയിനല്ലേ, മസ്തിഷ്കമല്ലേ ഉസ്താദേ, അല്ലേ? എന്താ അള്ളാഹു തന്നിരിക്കുന്ന ഈ മസ്തിഷ്കം, തലയോട്ടിക്കകത്ത്? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സെറിബ്രവും സെറിബെല്ലവും, നമ്മുടെ സുഷുപ്ന, അതിന് അള്ളാഹു ഇത്ര ഭദ്രമായിട്ടാണ് കൊണ്ടുപോകുന്നത്. നോക്കൂ, നട്ടല്ലിനകത്തുകൂടി കൊണ്ടുപോയി തലച്ചോറുമായി ബന്ധിപ്പിക്കുകയാണ്. സുഷുമ്ന, ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ്. അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യന് നാം രണ്ട് കണ്ണുകൾ തന്നില്ലേ? വലിസാനൻ വശഫതൈൻ, ഒരു നാവും തന്നില്ലേ? രണ്ട് ചുണ്ടുകളും തന്നില്ലേ? വഹദൈനാഹുൻ നജ്ദൈൻ, മനുഷ്യന് നാം ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും പാത വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തില്ലേ? കണ്ണ്, കണ്ണിന്റെ നിഅമത്തെന്താ? കരളിന്റെ നിഅമത്തെന്താ? കിഡ്നി, അല്ലേ? ഇന്ന് കിഡ്നിക്ക് മാർക്കറ്റിൽ ചുരുങ്ങിയത് 30 ലക്ഷം രൂപ വിലയുണ്ട്. ഓപ്പറേഷന് വേറെ, അതിനു മുമ്പുള്ള ചികിത്സ വേറെ, അത് ഡൊണേറ്റ് ചെയ്യാൻ ആള് വരും, അവർക്ക് വേറെ കൊടുക്കണം. അള്ളാഹു തന്ന 2 കിഡ്നി, ഒരെണ്ണം മതി, ഒന്ന് സ്റ്റെഫിനിയാ. എന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? അള്ളാഹു തആല പടച്ചോ നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ, ഫേസ്ബുക്കിൽ 271 കോടി ജനങ്ങൾ അതിൽ ചേർന്ന് കഴിഞ്ഞു, അക്കൗണ്ട് തുറന്നു കഴിഞ്ഞു. 271 കോടി. വാട്സാപ്പിൽ 242 കോടി ജനങ്ങൾ ചേർന്ന് കഴിഞ്ഞു. മൊത്തം ഇന്ന് ലോകത്ത് 840 കോടി ജനങ്ങളുണ്ട്. 700 കോടിയൊക്കെ പോയി കേട്ടോ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഞാനും നിങ്ങളും ഈ മൊബൈലിനകത്താ. അതില്ലാതെ നമുക്ക് പറ്റൂല, അല്ലേ ഉസ്താദേ? കുറ്റം പറയല്ല കേട്ടോ, ജീവിതത്തിന്റെ ഭാഗമായി മാറിപ്പോയി. നോക്കൂ, അതിന് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. യുവാക്കളെ, സോഷ്യൽ മീഡിയ കൊണ്ട് ഗുണങ്ങളുണ്ട്. എന്താ? കണക്ടിവിറ്റി. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള മനുഷ്യനുമായി സംസാരിക്കാം, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. കണക്ടിവിറ്റി, അത് സോഷ്യൽ മീഡിയ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ. നോക്കൂ, കോവിഡ് പാൻഡമിക് വന്നപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു മദ്രസ പൂട്ടി, സ്കൂളും പൂട്ടി. അപ്പോഴാണ് ആ ദൗത്യം ഏറ്റെടുത്തു? സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു, അല്ലേ? ഏറ്റെടുത്തില്ലേ ഉസ്താദേ? എല്ലാ ക്ലാസ്സും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു. സഹോദരന്മാരെ, ദൂഷ്യങ്ങളുമുണ്ട് ഇതിന്. പഴയ സംഭവങ്ങളൊന്നും പറയണ്ട, പുതിയത് ഈ ആഴ്ചയിൽ നടന്ന സംഭവം നോക്കൂ. മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ 16 വയസ്സുള്ള ഒരു ബാലൻ, 14 വയസ്സുള്ള 8ാം ക്ലാസ്സിലോ 9ിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സ്കൂളിൽ നിന്നും പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി
വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന്റെ പിന്നിലുള്ള പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി യൂണിഫോം കൊണ്ട് തന്നെ കൈകൾ പുറകിലേക്ക് കെട്ടി അവസാനമായി തൻ്റെ ആഗ്രഹം നടപ്പിലാക്കി മാനഭംഗം ചെയ്ത് കൊലപ്പെടുത്തി, കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ മകളോ നിങ്ങളുടെ മക്കളോ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് ദുഃഖിച്ചേനെ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതാരാണിതിവിടെ കൊണ്ടുവന്നത്? ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? വലിയ അപകടകാരിയാണ് ഈ പ്രേമം എന്ന് പറയുന്നത് കേട്ടോ. ആരും പ്രേമിച്ചേക്കല്ലേ. ഞാൻ ഒരിക്കൽ ഗൾഫിൽ പോയപ്പോൾ എന്നോട് യുവാക്കൾ പറഞ്ഞു, ഉസ്താദ് ഈ സ്കൂൾ ഗ്രൗണ്ടിലാണല്ലോ പരിപാടിയൊക്കെ, ടീച്ചറുടെ കോട്ടിൻ്റെ പുറകെ സ്റ്റുഡൻസ് എഴുതാൻ തുടങ്ങി ഐ ലവ് യു. സ്വന്തം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ കോട്ടിന്റെ പിന്നിൽ ഐ ലവ് യു. എങ്ങനെയുണ്ട്? തഴവ ഉസ്താദ് മനോഹരമായിട്ട് ആ ഭാഗം പാടിയിട്ടുണ്ട്. പാടട്ടെ? ഭയങ്കര സാഹിത്യത്തിലാണ് പാടിയിരിക്കുന്നത്. അതൊരു മുത്താണ്. അള്ളാഹു തആല ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഉസ്താദിന്റെ ദർജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, ഒരുമിച്ച് കണ്ടാലുണ്ട് കുണ്ടാമണ്ടി, മിണ്ടിക്കഴിഞ്ഞാൽ ഒന്നു തന്നെ രണ്ടും, കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും. ഉണ്ടോ? ഇത് രണ്ടും കാന്തവും ഇരുമ്പുവാ. ഭയങ്കര ആകർഷണീയ ഇതിന്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒന്ന് നോക്കാം. ഞാൻ ആ ഹദീസ് ഓതി പ്രസംഗിച്ചപ്പോൾ ഒരു യുവാവ് എന്നോട് ചോദിച്ചു, അത് നീട്ടി നോക്കിയാൽ കുഴപ്പമുണ്ടോ ഉസ്താദേ? ഒരു നോട്ടം ജായിസാണ്, അതൊന്ന് നീട്ടി തല മുതൽ കാല് വരെ നീട്ടി നോക്കാവോന്ന്. മനസ്സിലായില്ലേ? അലിയാർ തങ്ങളോടാണല്ലോ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ, അല്ലേ? ലാ തുത്ബിഇൻ നളറ അൻ നളറ ഫഇന്ന ലക്കൽ ഊല വലൈസത് ലക്കൽ ആഖിറ. ഒരു നോട്ടം നിനക്ക് പാടുണ്ട്, രണ്ടാമത്തെ നോട്ടം പാടില്ല. നീ നോട്ടത്തെ നോട്ടം കൊണ്ട് തുടർത്തരുത്. ഉണ്ടോ? അതേ ഹബീബായ റസൂലുള്ളാഹി അവിടെന്ന് പറഞ്ഞു, അഴകുള്ള ഒരു സ്ത്രീ നടന്നു പോകുന്നത് നീ കാണുമ്പോൾ നീ അവിടെ നിന്റെ കണ്ണ് താഴ്ത്തിയാൽ നിനക്ക് ഞാൻ ഒരു ഈമാൻ, അതിനൊരു ഹലാവ, ഒരു ടേസ്റ്റും മാധുര്യവും ഉണ്ടാവും, പകരം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ദർജയിലെത്തണം. അത് 55 ആയാലും എത്താൻ പാടാ, 60 ആയാലും എത്താൻ പാടാ, അല്ലേ? എത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറഞ്ഞില്ല ആരും? പടച്ചവനെ, ആകെ ലൈഫ് എന്ന് പറയുന്ന 60, 65, 70 കൊല്ലമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഫണ്ട് കാർന്നവന്മാരെ ഹജ്ജിന് പോവാ. എന്താ അറിയോ? പരമാവധി തെറ്റ് ചെയ്ത് തൗബ ചെയ്തിട്ട് പോവാം. ഇപ്പൊ ചെറുപ്പക്കാരാ പോകുന്നത്. ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും, ഉംറ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും തെറ്റ് ചെയ്യും, തൗബ ചെയ്യും, വീണ്ടും പോകും. എത്രയാ ഉംറയ്ക്ക് ഇപ്പൊ പോകുന്നറിയില്ലേ? ഒരുപാട് ഇങ്ങനെ പോവുക ഉംറയ്ക്ക്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഹംസ അഹ്സനി ഉസ്താദ് അട്ടീരി ഇപ്പൊ എന്നോട് പറഞ്ഞു, വലിയ പറമ്പിൽ ഉസ്താദിന്റെ മഹലിൽ അതാ ഒരു അബ്ദുസ്സലാം മരണപ്പെട്ടു. അദ്ദേഹം ഖത്തറിൽ നിന്ന് വരികയാ, അബുദാബിയിൽ നിന്ന് ഒമാൻ വഴി വരികയാണ്. ഒമാനിൽ വെച്ച് അതാ അദ്ദേഹം മരണപ്പെട്ടു. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഒരു ശരീരത്തിനും അറിയില്ല അടുത്ത നിമിഷം സമ്പാദിക്കുമോ നഷ്ടപ്പെടുത്തുമോ. വമാ തദ്രീ നഫ്സുൻ, ഒരു ശരീരത്തിനും അറിയില്ല ബിഅയ്യി അർളിൻ തമൂത്ത്, ഏത് മണ്ണിൽ വെച്ച് മരണപ്പെടുമെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഉസ്താദ് മയ്യത്തിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, സ്വന്തം മഹലിലാണ്. ഞാൻ പറഞ്ഞു കുറച്ച് സമയം ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരിക്കാൻ പറഞ്ഞ മറ്റൊന്നുമല്ല, ഞാൻ ഓതിപ്പടിച്ച സ്ഥലത്തിന്റെ അടുത്താണ് ആട്ടീരി. എൻ്റെ ഉസ്താദിനെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഉസ്താദ് തിരിച്ചറിഞ്ഞു. കോട്ടക്കൽ, പറപ്പൂര്, വീണാലിക്കൽ ചെറിയ ഹൗദില്ലേ, നമ്മുടെ കാല് കഴിയുന്ന ഹൗദിനോട് ഏറ്റവും അടുത്ത കബർ ഞങ്ങളുടെ ഉസ്താദിന്റെ കബറ. മമ്മുക്കുട്ടി ഉസ്താദ് ഞങ്ങൾ ഇരാറ്റുപേട്ടയിൽ 22 വർഷമുണ്ടായിരുന്നു. ഏത് ബയാനും ഏത് പ്രസംഗത്തിലും ഇങ്ങനെ കരയും. മുഖലിസായ ഉസ്താദ്. മമ്മുക്കുട്ടി ഉസ്താദും ഓക്കെ ഉസ്താദും ശരീക്കന്മാരായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് മമ്മുക്കുട്ടി ഉസ്താദ് തന്നെയാ പറഞ്ഞത്, ഒതുക്കുങ്ങൽ പോയി ഉസ്താദിനെ കണ്ടിട്ട് വരാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മമ്മുക്കുട്ടി ഉസ്താദിന്റെ അടുത്ത് ഓതിയ ഒരു കുട്ടിയും ഹായിബായിട്ടില്ല. ഒന്നുകിൽ ഖതീബ്, അല്ലെങ്കിൽ മുദരിസ്, അല്ലെങ്കിൽ സദർ മുഅല്ലിം.
അല്ലെങ്കിൽ ഒരു ഖനിയ് ഗൾഫിൽ പോയി 10 കാശെങ്കിലും ഉണ്ടായിക്കൊണ്ട് വരും. എന്താണ് മമ്മക്കുട്ടി ഉസ്താദിന്റെ ആ ദറജ? നീ മണ്ണടിയിലും മായാതെ നിന്നിടും, നീ മണ്ണിൽ നേടും വിശിഷ്ട വ്യാഖ്യാതികൾ. കാലത്തിനാകില്ല നിന്നെ മറക്കുവാൻ, ലോകത്തിനാകില്ല നിന്നെ വെറുക്കുവാൻ. അഖുൽ ഇൽമി ഹയ്യുൻ ഖാലിദുൻ ബഅദ മൗതിഹി വഔസാലുഹു ബൈനത് തുറാബി റമീമോ. നല്ല പണ്ഡിതൻ അഖുൽ ഇൽം ഹയ്യുൻ ഖാലിദുൻ ബഅദ മൗതി, മരണശേഷവും ജീവിച്ചു കൊണ്ടിരിക്കും ജനഹൃദയങ്ങളിൽ. ഖുതുബി ഉസ്താദ് ഒരു കാലത്ത് ശംസുൽ ഉലമയ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ഇവരെല്ലാം കാണാൻ ഈ സാധുവിന് ഭാഗ്യം കിട്ടി. ശംസുൽ ഉലമ നന്ദിയില് ബുഖാരിയുടെ ദർസിലിരിക്കുമ്പോ ഞാൻ പോയി 2-3 വട്ടം തബറുക്കിന് ഇരുന്നിട്ടുണ്ട്. വാഴക്കാട് വീട്ടിൽ ചെന്ന് കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ആ ഭാഗ്യം കിട്ടി. ഖുതുബി ഉസ്താദിനെ കാണാൻ പറ്റിയില്ല. ബഹുമാനപ്പെട്ട വലിയുല്ലാഹി സിയം മടവൂർ, ആ മഹാനെ ഹിഫ്ളിലെ 25 കുട്ടികളെയും കൂട്ടി 2 വട്ടം ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വടകര മമ്മദാജി തങ്ങൾ, അവേലത്ത് കുഞ്ഞിക്കോയ തങ്ങൾ, സീതി തങ്ങളോ കുഞ്ഞിക്കോയ തങ്ങൾ അല്ലേ, അവേലത്ത് തങ്ങളെന്നാ പറയുക. അൽഹംദുലില്ലാഹ് അവരെല്ലാം കണ്ടു. വലിയൊരു ഭാഗ്യമല്ലേ ഒരു തെക്ക് നിന്നുള്ള ഒരു മുസ്ലിയാർക്ക് ഇവരെയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ, അല്ലേ ഉസ്താദേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. യുവാക്കളെ, പരിശുദ്ധ റമളാൻ അടുക്കുന്നു. റമളാനിന് മുമ്പ് നാം ഒരു മുന്നൊരുക്കം നടത്തണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ത്വഹിറൂ അൻഫുസകും വഅഹ്സിനൂ നിയതകും. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഒന്ന് ശുദ്ധീകരിക്കണേ. റമളാൻ വരുന്നു, ശഅബാനാണിത്. നിങ്ങൾ നല്ല നിയത്ത്, നല്ലവണ്ണം നിയത്തും വെക്കണം. ഈ നോമ്പിന് ക്ഷീണമില്ലാത്ത എന്താണെന്നറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയ ലൈംഗിക മോഹങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. നിയത്തോടുകൂടി, ആ നിയത്താണ് ശക്തി. നോക്കൂ, റജബിന്റെ നോമ്പ് പിടിച്ചവരോട് ചോദിച്ചു നോക്കൂ, ഒരു ക്ഷീണവും ഇല്ലായിരുന്നു, അന്ന് സുഖമായിട്ട് ആ നോമ്പ് പൂർത്തിയാക്കാൻ പറ്റും. അതുകൊണ്ട് ശരീരത്തെ ശുദ്ധീകരിക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ നമ്മൾ അവസാനിപ്പിക്കണം. ഇപ്പൊ ഒരു പുതിയ പഠനം വന്നിരിക്കുന്നു. എല്ലാവർക്കും 24 hours ഉള്ളത്, 24 മണിക്കൂറാ അല്ലേ? അതിൽ 3 മണിക്കൂർ മനുഷ്യര് മൊബൈലുമായിട്ട് ചെലവഴിക്കുന്നുണ്ടെന്നാ. അതിൽ 1/2 മണിക്കൂറേ ഉള്ളൂ ഫോൺ കോൾ നോക്കാനും മെസ്സേജ് പരിശോധിക്കാനും. ബാക്കി 2.5 മണിക്കൂറും എന്തിനു വേണ്ടിയാ? സഹോദരങ്ങളെ എന്തെങ്കിലുമൊക്കെ പടങ്ങളും ചിത്രങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയാ. അള്ളാഹു കാക്കട്ടെ. നമ്മുടെ നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാ? കൂറ്റമ്പാറ ഉസ്താദ് എപ്പോഴും പറയും അല്ലേ, വെറ്റിലെ ചുണ്ണാമ്പ് വയ്ക്കും പോലെ നിന്റെ വിരലിങ്ങനെ നീങ്ങും. അടിപൊളി ചിത്രം വരുമ്പോ അവിടെ നിൽക്കും അല്ലേ? അതുകൊണ്ട് തൗബ ചെയ്യുക. ഷഅബാൻ നോക്കൂ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കാന യസൂമു, അല്ലാഹുവിന്റെ റസൂൽ ഷഅബാനിൽ ഒരുപാട് നോമ്പ് നോറ്റിരുന്നു. എത്രത്തോളം ഞങ്ങൾ വിചാരിച്ചു, ലാ യുഫ്തിറു, നോമ്പിനി മുറിക്കുകയില്ല. മുത്തുനബി യുഫ്തിറു, അല്ലാഹുവിന്റെ റസൂല് നോമ്പ് മുറിക്കുമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇനി നോമ്പ് പിടിക്കുകയില്ലാന്ന്. ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചത് ഷഅബാനിലാണെന്ന് ഹദീസിൽ നമുക്ക് കാണാം. മുത്തുനബിയോട് ചോദിച്ചു, അവിടെ നിന്ന് എന്തുകൊണ്ടാണ് കൂടുതൽ നോമ്പ് പിടിക്കുന്നത് ഈ മാസത്തിൽ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹു തആല മനുഷ്യന്റെ അമാലുകൾ, കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തുന്നത് ഈ മാസത്തിലാണ്. അതുകൊണ്ട് എന്റെ അമലുകൾ, വഇന്നി സായിമുൻ, നോമ്പുകാരനായ നിലയിൽ എന്റെ അമാലുകൾ അല്ലാഹുവിലേക്ക് ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു പടച്ചോൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരിക്കൽ മുത്തുനബിയോട് ചോദിച്ചു, സുഇല അൻ അക്സരി മാ യുദ്ഖിലുൻ നാസ അൽ ജന്ന, ഹബീബായ നബിയെ, ജനങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഘടകം ഏതാണ്? ജനങ്ങളെ കൂടുതലായി സ്വർഗ അവകാശിയാക്കുന്ന കാര്യം ഏതാണ്? അവിടെ നിന്ന് പറഞ്ഞു, തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖ്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വ, അതുപോലെ സൽസ്വഭാവം, ഇത് രണ്ടും
കൂടുതൽ ജനങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. വീണ്ടും മുത്തുനബിയോട് ചോദിച്ചു, സുഇല റസൂലുള്ളാഹി അൻ അക്സരി മാ യുദ്ഖിലുൻ നാസ അന്നാർ, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഏതാണ്? അവിടെന്ന് പറഞ്ഞു അൽ അജ്വഫാൻ, ഉള്ളു പൊള്ളയായ 2 വസ്തുക്കളാണ്. അതിൽ ഒന്ന് അൽ ഫമു വൽ ഫർജു, മനുഷ്യന്റെ വായയും നാവും അതുപോലെ അവന്റെ ഗുഹ്യഭാഗവുമാണ്.